ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും മറ്റൊരു സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ എത്തിയിട്ടുള്ളത് നമ്മുടെ കീഴാറൂലാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്ന കണ്ടൻറ്റ് നമ്മുടെ തുളസി വെറ്റില അല്ലെങ്കിൽ തുളസി കൊടി എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു പ്ലാന്റാണ് നമ്മളിന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത്. ഇത് നമ്മൾ അത്യാവശ്യം പലരും ഇപ്പോൾ ചോദിക്കുന്നുണ്ട്. ലാസ്റ്റ് ടൈം നമുക്ക് കുറച്ച് ഓർഡേഴ്സ് ഞാൻ അയച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ പ്ലാന്റ്സ് ആവശ്യമുള്ളവർക്ക് വേണ്ടി നമുക്ക് കാണിച്ചു തരാം ഈ പ്ലാന്റ്. ഓക്കെ, അപ്പോൾ ഈ പ്ലാന്റിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് പലതരത്തിലുള്ള മെഡിസിനൽ വാല്യൂ ആയിട്ടുള്ളൊരു പ്ലാന്റാണ്. ഇതാണ് ആ കൊടി എന്ന് പറഞ്ഞാൽ, ഇതിൻ്റെ തുളസി കൊടി എന്നാണ് നമ്മൾ അറിയപ്പെടുന്നത്. അല്ലെങ്കിൽ വെറ്റില, നമ്മൾ വെറ്റില എന്ന് പറഞ്ഞ് എടുക്കുന്ന പ്ലാന്റാണ്. ഉണ്ടാവും ഇതിൻ്റെ ഈ ലീഫാണ്, നമ്മൾ ഈ തളിരിലകളാണ് നമ്മളത് സെയിൽ ചെയ്യുന്നത്. ഇത് മുറുക്കാനൊക്കെ ചവയ്ക്കാൻ വേണ്ടി ആൾക്കാർ എടുക്കും. പിന്നെ അതുപോലെ പല മെഡിസിനൽ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യും. ഓക്കെ, ഇതിൻ്റെ ഞാനിപ്പോൾ ഒരു ഇല ജസ്റ്റ് ഒന്ന് അടത്തിട്ട് കാണിച്ചു തരാം. ഓക്കെ, ഈ ഇല. അപ്പോൾ നമ്മൾ ഈ ഇല ലീവ്സ് നമ്മളിതിൽ മെയിനായിട്ട് ചെയ്യുന്നത്, ഇതിനൊരു മണം അത്യാവശ്യം നല്ല ഒരു പ്രത്യേക മണമാണ്. പിന്നെ നമുക്കിങ്ങനെ വെറ്റില വെച്ചിട്ട് നമ്മളിതൊക്കെ കൊടുക്കുമല്ലോ, എന്തോ മീൻസ് ₹1 കോയിനൊക്കെ വെച്ചിട്ട് നമ്മൾ ദക്ഷിണയൊക്കെ കൊടുക്കാറുണ്ടല്ലോ. അപ്പോൾ അതിനൊക്കെ ആ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യും. പിന്നെ നമുക്കിതിൽ ഒരു വെള്ള എന്തൊക്കെ സാധനങ്ങളെ പുരട്ടി നമ്മൾ മുറുക്കാനായിട്ട് പലരും യൂസ് ചെയ്യുന്നു. പണ്ട് കാലങ്ങളിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. പിന്നെ ഇപ്പോൾ നമ്മുടെ ദൈവങ്ങളുടെ മുന്നിലും അങ്ങനെ നമുക്കിതുപോലെ ആരാധനാമൂർത്തികൾ അവരുടെയൊക്കെ മുന്നിൽ നമ്മൾ ജസ്റ്റ് ഇതുപോലെ ഇതിങ്ങനെ വച്ചിട്ട് പല കാര്യങ്ങൾക്ക്, പിന്നെ കല്യാണത്തിനൊക്കെ വേണ്ടിയും ചില സ്ഥലങ്ങളിൽ ഹിന്ദു മാരേജ് അവരുടെ ഇതിൽ ചില ഇതിലൊക്കെ വയ്ക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പല ആവശ്യങ്ങൾക്ക് വേണ്ടിയും ഇത് പോകുന്നുണ്ട്. മെഡിസിനൽ പർപ്പസ് പല ഇതുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ നമ്മുടെ പാമ്പ് കടിക്കുന്ന അങ്ങനെ ഒരു ടൈമുണ്ട്. ഇപ്പോൾ അങ്ങനത്തെ വിഷ ചികിത്സയ്ക്ക് വേണ്ടി അതിൻ്റെ ഒരു ഇൻഗ്രീഡിയൻറ്റ് പോലെ നമ്മൾ അതിൻ്റെ ഒരു മരുന്നെടുത്തിട്ട് അത് ഇതിൽ റോൾ ചെയ്താണ് കഴിക്കുന്നത്. അത് ഞാൻ കഴിച്ചിട്ടുണ്ട്, അതുകൊണ്ട് എനിക്കതറിയാം. ഞാനത് 3-4 പ്രാവശ്യം കഴിച്ചിട്ടുണ്ട്. കൊച്ചിലെ പണ്ട് ഞാൻ ചവറിൻ്റെ ഇടയ്ക്കൊക്കെ നടക്കുന്ന സമയത്ത് പലയിടത്തുനിന്ന് കുറച്ച് കടികൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞാനിത് യൂസ് ചെയ്ത് എനിക്കറിയാം ആ ഒരു ടൈമിൽ. അപ്പോൾ ഇതിന് കുറച്ച് ഇമ്പോർട്ടൻ്റ് ഉള്ളൊരു പ്ലാന്റാണ്. സോ ഈ പ്ലാന്റുകൾ നമ്മുടെ സമൂഹത്തിൽ നിന്നും അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്നും ഇതൊക്കെ അകന്നുകൊണ്ടിരിക്കുന്ന പ്ലാന്റ്സാണ്. സോ ഇതിനെയൊക്കെ നമ്മൾ നോക്കാനും പരിപാലിക്കാനും നമുക്ക് നാളെ തലമുറയ്ക്ക് ഇതിനെ നമുക്ക് പല മെഡിസിനൽ വാല്യൂ ഉള്ള പ്ലാന്റ്സ് ആവശ്യമാണ്. പക്ഷേ അത് ബൾക്കായിട്ട് നമുക്കില്ലാതെ വരുന്ന ഒരവസ്ഥയിൽ പല പ്രോബ്ലംസും ഉണ്ടാവും. സോ അതിനെയൊക്കെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇതുപോലുള്ള വീഡിയോസ് ചെയ്തിട്ട് ആൾക്കാരിലേക്ക് എത്തിക്കുക. അപ്പോൾ നമ്മളിത് കുറേ ആൾക്കാരിലേക്ക് എത്തിക്കുമ്പോൾ എൻ്റെ കയ്യിൽ നഷ്ടപ്പെട്ടു പോയാലും അവരെ കയ്യിൽ കാണും. നമുക്ക് വീണ്ടും നമ്മുടെ പ്രകൃതിയിലെ പ്ലാന്റ്സ് ഉണ്ടാവും. സോ അപ്പോൾ താല്പര്യം കോൺടാക്റ്റ് ചെയ്യാം. ഇത് മണപ്പിക്കാം, നല്ല അതെ, നമ്മൾ പൂജയ്ക്കും അതിനൊക്കെ യൂസ് ചെയ്യും. നല്ല മണമുണ്ട്. ഇത് പിന്നെ കിട്ടാൻ ഇപ്പോൾ വളരെ കുറവാണ്. ഓക്കെ, അപ്പോൾ താല്പര്യം കോൺടാക്ട് ചെയ്യാം. നമ്മൾ ഇന്ത്യക്കകത്ത് എവിടെയും നമ്മൾ കൊറിയർ അയച്ചു തരുന്നതായിരിക്കും. ഇതിൻ്റെ പ്ലാന്റ്സും ലീഫും നമുക്ക് കൂടുതൽ കൊറിയർ അയക്കാൻ പാടാണ്, ചീത്തയായി പോകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതുപോലെ മറ്റുള്ള നമുക്ക് വീണ്ടും കാണാം. ദിസ് ഇസ് അരുൺ ഗോവിന്ദ് സൈനിങ് ഔട്ട്. ബൈ ബൈ.